ഓഫീസിൽ ചെന്നപ്പോ ഫുൾ തിരക്കോട് തിരക്ക്. പാച്ചു തന്റെ പെയിന്റിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുട്ടിമോൾ വരുന്നത് കണ്ടത്. അവളെ നോക്കി ചിരിച്ച് പാച്ചു വർക്ക് തുടർന്നു. നീ കൂടുതൽ സന്തോഷിക്കണ്ട, അഭി എന്റെ എന്ത് വില കൊടുത്തും ഞാനത് നേടും. ഒന്ന് പോയടി ടിപ്പിക്ക വില്ലത്തിയാവാതെ. അവിടെ എങ്ങനെ പോയി ജോലി നോക്ക്. ഡി എന്താടി നീ ഓർത്തോ, ഇതിന് നീ അനുഭവിക്കും. ഞാനാണ് പറയുന്നേ. ഓ കമോൺ ബേബി, ഓ യാ. ഡി ചേലക്കേട് പോടി, എനിക്ക് വേറെ പണിയുണ്ട്. പൊട്ടി പാച്ചുവിനെ നോക്കി പേടിപ്പിച്ച് അവളെ തിരിച്ച് നന്നായി പുച്ഛിച്ചു. എന്താണ് പാച്ചു ഇവിടെ? ഓ അവൾ എന്നെ എന്തോ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് വന്നേണ് കുട്ടാ. എന്നിട്ട് എങ്ങനാ പഠിക്കാൻ തീരുമാനിച്ചോ? ഓ വേണ്ട, പാച്ചുവിന് താല്പര്യമില്ലേ, ഞങ്ങൾക്ക് പറഞ്ഞു താ പറഞ്ഞ. അവരെ നോക്കി പേടിപ്പിച്ചു. ചവിട്ടിത്തുള്ളി അവൾ പോയി. ആ പോയ സാധനം കടിക്കൂ, ഡൗട്ട് ഇല്ലാതില്ല. മക്കൾ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു, ആ കാലം വന്നാ തീർന്നു. അത് ശരിയാ. അപ്പൊ മക്കൾ പോയേ, ബ്രേക്കിന് കാണാം. ചേച്ചി പെയിന്റിംഗ് വർക്കൊന്ന് തീർക്കട്ടെ. ശരി ചേച്ചി. ചേച്ചി ജോലി ചെയ്യാൻ നോക്ക്, ബ്രേക്കിന് കാണാൻ ചേച്ചി. എന്നെ വാരാതെ പോയി ജോലി എടുക്ക് ചേർക്കാം. ആ പോവാ ഞങ്ങൾ. അതും പറഞ്ഞ് അവരവരുടെ സീറ്റിലേക്ക് പോയി. അങ്ങനെ പാച്ചു ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴാണ് കാലന്റെ കോൾ വന്നത്. ദൈവമേ, എന്നെ ഇന്ന് കാലൻ ചവിട്ടി കൂട്ടിയിടും. ഇതാണേ തീർന്നിട്ടുമില്ല. എന്നെ നീ തന്നെ കാത്തോണേ കുഞ്ഞീഷ്ണ. മേ കമിൻ സാർ? യെസ്. പാർവണ? യെസ് സാർ. ഞാൻ തനിക്കെന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തോ? അത് സാർ. യെസ് ഓർ നോ? നോ. പിന്നെ തനിക്കവിടെ എന്താണ് പണി? എപ്പോ തന്നതാണ് ഈ വർക്ക്? ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അതിന്റെ ഫൈനൽ ഡീറ്റെയിൽസ് ഈ ടേബിളിൽ എത്തിയിരിക്കണം. ഗോട്ട് ഇറ്റ്? യെസ് സാർ. ഓക്കെ, തനിക്ക് പോവാം. താങ്ക് യു സാർ. മോനെ അബിക്കുട്ടോ, ഇതിനുള്ളത് ഞാൻ തരും, നീ നോക്കിയിരുന്നു. അവള് ഡോർ വലിച്ചടച്ച് സീറ്റിൽ പോയിരുന്നു. അയാൾ ആരാണെന്ന വിചാരം? ഒരു MD വന്നിരിക്കുന്നു, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എപ്പോ തീർക്കാനാണ് ഭഗവാനെ? അവൾ പോയതിന്റെ പിറകെ മനുവിനെ വിളിച്ച് അവനും കിട്ടി വയറ് നിറച്ച്. എന്താണ് കുട്ട നട്സ് പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത്? അങ്ങേർക്ക് വട്ടാടി. അത് നിനക്ക് ഇപ്പോ ആണോ മനസ്സിലായി? എനിക്കത് നേരത്തെ മനസ്സിലായി. നിനക്കും കിട്ടിയല്ലേ? കിട്ടി ബോധിച്ചു. എന്നാ പോയി ചെയ്യാൻ നോക്കു കൊച്ചേ. അഭി മീറ്റിങ്ങിന് പോയിട്ട് വന്നപ്പോ കാണുന്നത് പാച്ചുവിനെയാണ്. അവൻ വാച്ച് നോക്കി അവന്റെ ക്യാബിനിൽ പോയി. അങ്ങനെ പാച്ചു നീണ്ട പരിശ്രമത്തിനൊടുവിൽ 2 മണിയോടെ അവൾ അവളുടെ വർക്ക് തീർത്തു. എന്താടി മനുഷ്യന്റെ കോൺസെൻട്രേഷൻ കളയാതെ? ഡാ എന്റെ തീർന്നു, നിന്റെ തീരാറായോ? ഇല്ലടാ, കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ ഞാൻ പോവാ. അവൾ ഫയലുകളുമായി അബിയുടെ അടുത്തേക്ക് പോയി. മേ കമിൻ സർ? യെസ് സർ. ഫയൽ ടേബിളിൽ വെച്ചേക്ക്. ഇതിനാണോ ഈ കാലം നേരത്തെ കിടന്ന് ചാടിയത്? പാച്ചു നീ? ആ ഞാൻ. നീ കഴിച്ചോ? ഇല്ല. അതെന്താ? അബി അവളുടെ അടുത്ത് പോയി നിന്നു. അതോ, താനല്ലയോ മനുഷ്യ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഈ ഫയലിലുള്ളതിന്റെ ഫൈനൽ ഡീറ്റെയിൽസ് ഉച്ചയ്ക്ക് മുമ്പ് എന്റെ ടേബിളിൽ എത്തണം. ഗോട്ടിട്ടെന്ന്. ആ അബിയുടെ ചെവിയിൽ നിന്ന് വിട്. നിന്നോട് എത്ര പ്രാവശ്യം പറയണം? സോറി, ഇനി ആവർത്തിക്കൂല പ്ലീസ്. ചെവിയിൽ നിന്ന് വിട്, എനിക്ക് വേദനിക്കുന്നു. പോയി കഴിക്കാൻ നോക്ക്. അവൾ എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി. എന്താ? പറയണുണ്ടെന്ന് തോന്നരുത്. എന്താ? മുതലാളി വെറും ചെറ്റിയ. അതും പറഞ്ഞ് ഓടാൻ പോയ അവളെ പിടിച്ചു വലിച്ച് അവന്റെ നെഞ്ചിലിട്ടു. മോളിപ്പ എന്നതാ പറഞ്ഞേ? നീ തീർന്ന് പാച്ചു, നിനക്ക് കോമൺ സെൻസ് ഇല്ലേ? ആരേലും ഈ വെട്ടുപോത്തിനോട് ഇങ്ങനെ പറയോ? ചുമ്മാ തമാശക്ക്. ആണോ? ഇനി ആവർത്തിക്കില്ല. മറക്കാതിരിക്കാൻ ചേട്ടാ ഒരു സമ്മാനം തരാട്ടോ. വേണ്ട. അവൻ അവളെ ടേബിളിൽ ഇരുത്തി. അബേട്ടാ സത്യം ഇനി ആവർത്തിക്കില്ല. നീ മറക്കും പാറു, അതുകൊണ്ട് ഇത് തന്നേ മതിയാവും. അതും പറഞ്ഞ് അവളുടെ സ്കാർഫ് മാറ്റി കഴുത്തിലേക്ക് അവന്റെ മുഖം ചേർത്തു. തോളിലെ ചെറുതായി കടിച്ചു. പാച്ചു ശ്വാസം പിടിച്ചു നിന്ന് പോയി. അവളുടെ കണ്ണുകൾ അടഞ്ഞു. അബിയേട്ടാ. അവൾ അവനെ വിളിച്ചു. എന്നാൽ അവന്റെ ഭാഗത്ത് നിന്നും റെസ്പോൺസ് ഇല്ലായിരുന്നു. വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ട് അബിയെ പാച്ചു തന്നിൽ നിന്നും അടർത്തി മാറ്റി. അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി. അപർണ, തനിക്കെന്താ ഇവിടുത്തെ റൂൾസ് അറിയില്ലേ? തന്റെ വീടല്ല, ഇതെന്റെ ഓഫീസാണ്. അത് അബിയേട്ടാ പെട്ടെന്ന്. എന്ത് പെട്ടെന്ന്? തനിക്കെന്താ മാനേഴ്സ് ഇല്ലേ? അതോ തന്റെ വീട്ടുകാർ അതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? സോറി അബിയേട്ടാ. അബിയേട്ടനല്ല, യു കോൾ മീ സർ. ഓക്കെ ഓക്കെ ആൻഡ് ദെൻ ഗെറ്റ് ഔട്ട്. കൂട്ടി ചവിട്ടിത്തുള്ളി പോയി. എന്തിനാ അബിയേട്ടാ ഇങ്ങനെ? എങ്ങനെ? അത് എനിക്കിഷ്ടമല്ല നമ്മുടെ ഇടയിൽ ആരും വരുന്നത്. അതിന് ഞാൻ സമ്മതിക്കില്ല, മനസ്സിലായോ? ആ എന്നാ പോയി കഴിക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി വർക്ക്. ഓക്കെ ബോസ്. എന്നെ താഴെ ഇറക്ക്. അവൾ കൈ നേരെ ഉയർത്തി പറഞ്ഞു. അവനൊരു ചിരിയോടെ അവളെ താഴെ ഇറക്കി. ടാറ്റ, ഞാൻ പോവാ. അതും പറഞ്ഞ് അവൾ നടന്നു. നിക്കടി അവിടെ. ഇനി എന്നാ? ഇതെട്. സ്കാർഫ് എടുത്തു കൊടുത്തു. പറയണ കേട്ടാത്തോന്ന് ഞാനാണ് ഊരിക്കളഞ്ഞതെന്ന്. അല്ല, ഞാനാണ്. അതുകൊണ്ട് ചേട്ടൻ തന്നെ ഇട്ടുതരാം. അവൻ സ്കാർഫ് എടുത്ത് അവൾക്ക് ഇട്ടുകൊടുത്തു. അവൾ അവനെ നോക്കി ചിരിച്ചു. അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. പോയി കഴിക്കാൻ നോക്ക്, മുഴുവൻ കഴിക്കണം. അബിയേട്ടൻ കഴിച്ചോ? അപ്പൊ ഞാൻ പോയി കഴിക്കട്ടെ, ടാറ്റ. അതും പറഞ്ഞ് കണ്ണു ചിമ്മി കാണിച്ച് അവൾ പോയി. കൂടെ ചുണ്ടു കൂർപ്പിച്ചൊരു ഉമ്മയും. അവൻ അവൾ പോയ വഴിയെ ചിരിച്ചോണ്ടിരുന്നു. പിന്നെ വർക്ക് തുടർന്നു.
കുറച്ചു കഴിഞ്ഞ് അബിയുടെ ക്യാബിൻ തള്ളി തുറന്ന് സൗമ്യ വന്നു. അവളുടെ മുഖം കണ്ടപ്പോ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ സൗമ്യ? സർ, അവിടെ ക്യാൻറ്റീനിൽ പാച്ചു. വാട്ട്? അബി ക്യാൻറ്റീനിലേക്ക് ഓടി. അവിടുത്തെ കാഴ്ച കണ്ട് അവന്റെ ശ്വാസം നിലച്ചുപോയി. മനുവിന്റെ കയ്യിൽ ചോരയെ കുളിച്ച് കിടക്കുന്ന പാച്ചുവിനെ കണ്ടപ്പോൾ പാറു! അബി മനുവിന്റെ കയ്യിൽ നിന്ന് കോരിയെടുത്ത് ഓടി. മനു, വണ്ടി എടുക്ക്. വരുണും കൂടി അബിയുടെ കൂടെ വണ്ടിയിൽ കയറി. പാറു കണ്ണു തുറന്നേ. അവൻ അവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞു. അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും അവന്റെ പാറു ആ വിളികളൊന്നും കേട്ടില്ല. മനു, ഒന്ന് വേഗം. സർ, 2 minutes, അതിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തും. അബിയുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. പാറുസെ, പേടിക്കണ്ട കേട്ടോ, നമ്മൾ ഇപ്പൊ എത്തും. എന്റെ കൊച്ചിന് ഒന്നും വരൂല, ഞാൻ കൂടെയില്ലേ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ അവളെയും കൊണ്ട് പായുമായിരുന്നു അവൻ. അവളെ ഐസിയുയിലേക്ക് മാറ്റി. ചേറി തലയ്ക്ക് കയ്യും കൊടുത്തിരുന്ന് അവന്റെ മനസ്സ് അവന്റെ പാച്ചുവിന്റെ കൂടെയായിരുന്നു. മനുവും വരുണും കൂടെ തന്നെ ഉണ്ടായിരുന്നു. മനു പാച്ചുവിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. പ്രതാപം, വാസുകിയും വിശ്വ, ആക്കിയും കിച്ചു എത്തി. തോളിൽ ആരുടെ കൈ പതിഞ്ഞ് അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ, ഏട്ടാ, എന്റെ പാറു, അവൾ അവിടെ ഞാൻ വിളിച്ചിട്ട് കണ്ണു തുറന്നില്ല. അവൾക്കൊന്നുമില്ലല്ലോ. അവളെ കൊണ്ടുപോയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഒന്ന് ചെന്ന് നോക്കൂ, പേടിയാവുന്നു ഏട്ടാ. ഞാൻ നോക്കിയില്ലല്ലോ അവളെ വേദന സഹിക്കില്ല. അവളാ ചോരെ. എനിക്ക് ഏട്ടാ അവളെ കാണണം. എന്റെ ജീവനല്ലേ ഏട്ടാ അകത്ത്. എനിക്ക് അതും പറഞ്ഞ് അഖിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പാർവണയുടെ കൂടെയുള്ളവർ. അഖി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നു. അക്ഷയ്, എന്റെ അനിയത്തിയാണ് അവൾ. ഇപ്പൊ എങ്ങനെയുണ്ട്? മൈനർ സർജറി വേണം, പേടിക്കണ്ട. ബട്ട് വീണ വീഴ്ചയിലാണെന്ന് തോന്നുന്നു. വെയിൻ ചെറുതായി കട്ടായിട്ടുണ്ട്. സർജറി കഴിയാതെ ഒന്നും. അതുകൊണ്ട് സർജറിയുടെ കാര്യങ്ങൾ പെട്ടെന്ന്. പേടിക്കണ്ടോ, ഒന്നുമില്ല. മോനെ, എന്റെ മോൾ. ഒന്നുമില്ല ചാ, ചെറിയൊരു സർജറി, അത്രേ ഉള്ളൂ. അത് പറയുമ്പോ അവന്റെ കണ്ണു നിറഞ്ഞു. ഏട്ടാ, നമ്മുടെ മോൾ. ഒന്നുമില്ലടോ അവൾക്ക്. അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും എല്ലാവരുടെയും നെഞ്ചി തീയായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞു. ഡോക്ടർ പുറത്തു വന്നു. ഡോക്ടർ, അവൾക്ക് സർജറി കഴിഞ്ഞു, പേടിക്കാനൊന്നുമില്ല. ഇതുവരെ ബോധം വീണിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് എന്തേലും പറയണമെങ്കിൽ 12 അവർ കഴിയണം. ഓക്കെ അല്ലേടാ? ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല. അഖിൽ, നിനക്കറിയാലോ, കുറച്ച് കഴിഞ്ഞ് ബോധം വരുമ്പോ കാണാം. അച്ഛാ, ഞാൻ റൂം എടുത്തിട്ടുണ്ട്. അച്ഛ അവരെയും കൊണ്ട് പൊയ്ക്കോ. ഒരു ഹെൽപ്പ് ചെയ്യോ? അതിനെന്താ? അവനൊരു ഷർട്ട് മേടിച്ചുകൊണ്ട് വരൂ. കാശെന്നാ? അതിന്റെ ആവശ്യമില്ല, പോയിട്ട് വരാം. അതും പറഞ്ഞിറങ്ങി. അഖി അബിയുടെ അടുത്ത് പോയി ഇരുന്ന് അപ്പുറം കിച്ചു. നീ പേടിക്കണ്ട, അവൾക്കൊന്നുമില്ല. ഒന്ന് കാൽ സ്ലിപ്പായി വീണു, അത്രേ ഉള്ളൂ. ഏട്ടാ, അവൾ ഒന്നും നോക്കൂല. ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ അവൾക്ക്. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? പാച്ച സ്ലിപ്പായതാണെന്ന് തോന്നുന്നില്ല. താൻ എന്നതാ പറയുന്നേ? അത് ഞാൻ വെള്ളം കുടിക്കാൻ പോയപ്പോഴാണ് പാച്ചുവിന്റെ സൗണ്ട് കേട്ട് അങ്ങോട്ട് ചെന്നത്. ഇറങ്ങുന്ന സമയത്ത് എന്റെ കാലം ഒന്ന് വഴുക്കിയായിരുന്നു. എണ്ണയോ മറ്റോ അവിടെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ തിരിച്ചു കയറിയ ടൈം അവിടെ ക്ലീൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആരോ മനഃപൂർവ്വം. തനിക്ക് തോന്നിയതാണേലോ? അല്ല, എനിക്ക് ഉറപ്പാ. ഞാനത് ശ്രദ്ധിച്ചതാണ്. അവിടെ എന്തോ വഴുപ്പുള്ള സാധനം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആരോ മനഃപൂർവ്വമാണ്. അല്ലേ അത് നമ്മൾ തിരിച്ചു വരുമ്പോഴും കാണേണ്ടല്ലായിരുന്നു. കിച്ചുവേട്ടാ, ഇവന്റെ കൂടെ ഓഫീസിൽ പോയി CCTV ചെക്ക് ചെയ്യുമോ? സർ, അതിനാ ക്യാമറ വർക്കിംഗ് അല്ലല്ലോ. അത് ഇന്നലെ ഓഫീസ് ടൈം കഴിഞ്ഞ് നന്നാക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. ഡാ, എന്നാ ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. നീ പറയണ പോലെ ആരേലും ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് നല്ലതല്ല. അബിയുടെ കണ്ണുകളിൽ തീയായിരുന്നു. ശരി സർ, ഞങ്ങൾ ഇറങ്ങുക. പാർവണയുടെ സെഡേഷൻ മാറി. കാണാവോ ഒന്ന് പ്ലീസ്? ഈ വേഷത്തിൽ പറ്റില്ല, ഇൻഫെക്ഷൻ ആകും. ഡ്രസ്സ് മാറിയിട്ട് വരും. ഒരാൾക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. അതും പറഞ്ഞ് സിസ്റ്റർ പോയി. സർ, ഡ്രസ്സ്. താങ്ക്സ്. അബി പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയി അങ്ങോട്ട് വന്നു. ഐസുവിന്റെ വാതിലും പ്രതാപം വാസവും നിൽക്കുന്ന കണ്ടപ്പോ അവൻ അവിടെ നിന്നു. മോൻ പോയി കണ്ടോ? അവൻ അവരെ കെട്ടിപ്പിടിച്ചു. അവൾ നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരിക്കും. ഞങ്ങൾ പിന്നെ കണ്ടോളാം, അല്ലേ ഏട്ടാ? പോയി കാണാൻ നോക്ക്. അവൻ ഡോർ തുറന്ന് അകത്ത് ചെന്നപ്പോ അവന്റെ നെഞ്ചു പിടഞ്ഞു. അവന്റെ പാറുവിന്റെ കിടപ്പ് കണ്ട് അവൻ അവളുടെ അടുത്ത് ചെന്ന് പതിയെ കയ്യിൽ തലോടി. അബിയേട്ടാ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്കൊന്നുമില്ല, ഓക്കെ? കൈ പൊക്കിയതും വേദന കൊണ്ട് അവൾ കരഞ്ഞു. അടങ്ങി ഇരിയടാ, വേദനയുണ്ടോ? ഞാൻ ഡോക്ടറെ വിളിക്കാം. അതും പറഞ്ഞ് തിരിഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചു. എന്താടാ, ഇവിടെ ഇരി. വേദനിക്കുന്നില്ലേ? ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ ഡോക്ടറിനെ. പ്ലീസ് അബിയേട്ടാ, കുറച്ചു നേരം. അവൻ അവളുടെ കൈ തലോടിക്കൊണ്ടിരുന്നു. പേടിച്ചു പോയോ? എന്റെ ജീവൻ പോയി. എന്നത്തിനാ പേടിക്കുന്നേ? ഞാൻ പ്രോമിസ് ചെയ്തതല്ലേ കാലിന് വിട്ടു പോകില്ല എന്ന്. അപ്പൊ ഒന്ന് ചിരിച്ചേ. അയ്യേ, ഇതെന്നാ ചിരിയാ? നന്നായി ചിരിച്ചേ. ദാറ്റ്സ് മൈ ബോയ്. പിന്നെ അബിയേട്ടാ, എന്തോ? എനിക്ക് വിശക്കുന്നു. ആണോ? ഒന്ന് ചോദിക്കുവോ സിസ്റ്ററിനോട് എനിക്ക് വല്ലതും തരുവോന്ന്? ചോദിക്കാവേ, അവിടെ അമ്മയും എല്ലാരും ഉണ്ട്. എല്ലാവരും പേടിച്ചു പോയല്ലേ? സമയം കഴിഞ്ഞു. റൂമിലോട്ട് മാറ്റുമ്പോ ഇനി കാണാം. അബിയേട്ടാ, പോവല്ലേ? സിസ്റ്ററെ, കുറച്ചു നേരം കൂടി പ്ലീസ്. എന്റെ പണി പോവും കുഞ്ഞേ. ഞാൻ പുറത്തു തന്നെ കാണും, എവിടെയും പോകത്തില്ല.
അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. കുറച്ചു കഴിഞ്ഞ് കിച്ചുവും മനുവും വന്നു. നിങ്ങൾ പോയതെന്തായി? വാ, നമുക്ക് എന്റെ ക്യാബിനിൽ പോവാം. ഇവിടെ അച്ഛനും അങ്കിളും ഉണ്ടല്ലോ. ഞാൻ ഒന്ന് അവരോട് പറഞ്ഞിട്ട് വരാം. കിച്ചുവേട്ടാ, പോയ കാര്യം ഇവൻ പറഞ്ഞതുപോലെ? അവൻ പറഞ്ഞത് ശരിയാ. മനപ്പുറം കരുതിക്കൂട്ടി തന്നെ ആ പന്ന മക്കള് ചെയ്തത്. നീ ഈ ക്ലിപ്പ് നോക്ക്. അവളുടെ തലയ്ക്ക് പിന്നെ വടിവെച്ചാണ് ആ പന്ന മക്കൾ. എന്തിനു വേണ്ടിയാണ് പാച്ചുവിനെ? ഒരുത്തിക്ക് ഇവനോടുള്ള ദിവ്യപ്രേമം. എന്നാ മറ്റവൾ, അവൾ എന്തിനു വേണ്ടി? എന്റെ പെണ്ണിനെ നോവിച്ച് ആ പുന്നാര മക്കളെ എനിക്കൊന്ന് കാണാം. അവളെ നോവിച്ചിട്ട് ആ പന്ന മക്കൾ രണ്ടു കാലേ നിൽക്കില്ല. കൊല്ലാതെ കൊല്ലു ഞാൻ. മറ്റവൾ എന്തിനു വേണ്ടിയെന്ന് അറിയാതെ നമ്മൾ എടുത്തു ചാടരുത്. ഞാൻ പിന്നെ എന്ത് വേണം? അവളുമാരെ വെറുതെ വിടാനോ? അതല്ല സാർ, നമ്മൾ ആ ക്ലിപ്പിൽ കണ്ടില്ലേ? ആ ടൈമിൽ അവരാരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. രണ്ടുപേർക്കും വേണ്ടപ്പെട്ട ആരോ ആണ്. അല്ലേ അവരുടെ കൂടെയുള്ള മൂന്നാമത്തെ ആള്. ശരിയാ, കാരണം അത് ആ ടൈമിൽ പരസ്പരം ഫോൺ കൈമാറുമ്പോഴും അവളുമാരുടെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. എന്തിനു വേണ്ടിയാണ് പാച്ചുനെ? അപർണ ഓക്കെ, മറ്റവൾ, അവളുടെ കണ്ണിൽ പാച്ചുനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. നമ്മൾ എടുത്തുചാടി ഒന്നും ചെയ്യരുത്. അത് പിന്നെ പാറുവിന്റെ ജീവന് പിന്നെ ആപത്താണ്. അബി, നിന്റെ അഭിപ്രായം എന്താണ്? അവര് കളിക്കട്ടെ, അവരുടെ അവസാനത്തെ കളി. മനു, വരുൺ, അവളുമാരറിയരുത് ആ പന്ന മക്കൾ ചെയ്ത മറ്റേടുത്ത പരിപാടി നമ്മൾ അറിഞ്ഞത്. അവര് കളിക്കട്ടെ. അവരുടെ ഇന്നത്തെ കളി ഞങ്ങൾ നല്ല മാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, അല്ലേ ഏട്ടായി? അതെന്നതാ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഡാ, നീ ഒന്നും വിചാരിക്കരുത്. അവൾമാർക്കിട്ടുള്ള ആദ്യത്തെ പണി നിനക്ക് കൊടുക്കാൻ തോന്നുമായിരിക്കും. പക്ഷെ അത് കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന ഞങ്ങൾക്ക് സഹിച്ചില്ല അവളുമാരുടെ ചിരി. അതാ. അപ്പൊ എങ്ങനെയാണ്? പണി തുടങ്ങുമല്ലേ? എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ചിലപ്പോ ജീവനുടെ നമുക്ക് നെക്സ്റ്റ് പ്ലാൻ ചെയ്യാം. അല്ല, ന്യൂസ് എത്താൻ സമയമായില്ലേ? ഏത് ന്യൂസ്? അപ്പോഴേക്കും വരുണിന്റെ ഫോൺ ബെല്ലടിച്ചു. ഡാ, അവൾക്കിപ്പൊ എങ്ങനെയുണ്ട്? ഐസിയിലാണ്, സർജറി കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ആടാ, പറയാൻ മറന്നു, അപർണയുടെ കാർ ആക്സിഡന്റ് ആയി. എന്ത്? എന്നോട് അരുണാണ് വിളിച്ചു പറഞ്ഞത്. നീ ഒന്ന് തിരക്ക്. രണ്ടുപേർക്ക് നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. ശരി, നീ വെച്ചോ. വരുൺ ഫോൺ വെച്ച് രണ്ടുപേരെയും നോക്കി. അല്ല, നിങ്ങൾ എന്നതാ ചെയ്തത്? ജസ്റ്റ് ആ കാറിന്റെ ബ്രേക്ക് അഴിച്ചു മാറ്റി ഇവൻ. അതെന്നിലെ മെക്കാനിക്ക് ഉണർന്നതാ. ഡാ, നിന്റെ കമ്പനിയിൽ എന്നതാടാ വർക്ക്? ഇവർ എംപ്ലോയീസോ അതോ ഗുണ്ടകളോ? എന്റെ പിള്ളേരെ പറഞ്ഞുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. ഡാ മക്കളെ, മോളെ റൂമിലോട്ട് മാറ്റാൻ പോവാ. നിങ്ങൾ വാ. അതും പറഞ്ഞ് വിശ്വ അങ്ങോട്ട് വന്നു. വാടാ. അച്ഛൻ നടന്നു, ഞങ്ങളിപ്പോ വരാം. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. കൊല്ലണ്ട, ആ കാലും കൈ അങ്ങോട്ട്. പിന്നെ എന്റെ കാന്താരി തൊട്ട ആ ഒരു വിവരം അറിഞ്ഞിരിക്കണം. പറഞ്ഞത് മനസ്സിലായോ? അവളുമാരെ എഴുന്നേറ്റ് നടക്കുന്നതിന് മുമ്പ് അടുത്ത പണി കൊടുത്തിരിക്കും. ഇത് വെറും ട്രയൽ. യഥാർത്ഥ കളി തുടങ്ങുന്നതേ ഉള്ളൂ. അവളുമാരിനി റെസ്റ്റ് ഇല്ലാതെ പണികൾ മേടിക്കാൻ പോവാ. കൂടെയുള്ള ആളെ കണ്ടെത്തുന്നവരെ സൂക്ഷിച്ചു പോണം. ഇനി അവൾക്കൊരു പോറെ പോലും പറ്റരുത്, മനസ്സിലായോ? അതിനു വേണ്ടി ആരെ കൊന്നിട്ടാണേലും. സാറിന്റെ അച്ഛൻ പൊളിയാണ്. നമുക്ക് അവരെ അങ്ങ് തട്ടിയേക്കാം. മതി മതി, അങ്ങോട്ട് വാ. മോള് റൂമിലോട്ട് മാറ്റി കാണും. വരാൻ നോക്ക്. എല്ലാവരും ഒന്ന് നോക്കി ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി. വരണം വരണം. ഇത് ആരൊക്കെയാ? അയ്യേ, ഓറഞ്ച് ആപ്പിളൊന്നും ഇല്ലേ? വെറും കൈയോടെ കാണാനാണോ വന്നേ? എന്റെ കൊച്ചേ, വീണ് വയ്യാതെ കിടക്കുമ്പോ തന്നെ ഇങ്ങനെ പറയണം. ഞാൻ പറയും, കൂടുതൽ സ്ട്രെയിൻ എടുക്കരുത്. എനിക്കൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? അപ്പൊ ഇതൊക്കെ എന്താ? ഇതൊക്കെ വെറുതെ വെച്ച് കേട്ടല്ലേ വാസുവിനെ പേടിപ്പിക്കാൻ. ഞാനും ഡോക്ടറും കൂടി ഒത്തുകളിച്ചാ. അതുകൊണ്ടൊന്ന് നിർത്തന്റെ വാസുവെ ഈ കരച്ചിൽ. നിനക്കറിയില്ല എന്റെ വിഷമം. അതെങ്ങനെയാണ്? മറ്റുള്ളവർ ആദ്യമായിട്ടാ ഉണ്ടായതല്ലേ. അമ്മയും അച്ഛനും പോയി ഇവൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുത്തിട്ട് വാ. ഞങ്ങളെല്ലാം ഉണ്ടല്ലോ. അച്ഛനും പൊയ്ക്കും, അവിടെ അവർ ഒറ്റയ്ക്കല്ലേ. അത് ശരിയാ. അവരിറങ്ങിയപ്പോ പാച്ചു പിന്നെ മനുവിന്റെയും വരുണിന്റെയും തള്ളൽ കേട്ട് അങ്ങനെ കിടന്നു. അകി കിച്ചുവിനെ നോക്കി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇവന്മാർക്കെന്ന എക്സ്പ്രഷൻ അവിടെ. തള്ളിൽ തുടങ്ങി രണ്ടും കൂടി അങ്ങ് ചെളിവാരി വിതറുക. പാച്ചുവിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അബിയുടെ നേർക്ക് പോകുന്നുണ്ട്. അവൻ അവളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു. അത് കണ്ട് കിച്ചു പറഞ്ഞു, അബി, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. പാടാ പിള്ളേരെ. ഞാൻ ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. അയ്യടാ ചെക്ക, നീ വരും. അതും പറഞ്ഞ് അവനെയും പൊക്കി അവര് പോയി. അബി പയ്യെ അവളുടെ അടുത്തിരുന്നു. അവൾ അവന്റെ നേരെ കൈ ഉയർത്തി കാണിച്ചു. അവളുടെ നെഞ്ചിലോട്ട് മുഖം അമർത്തി കിടന്നു. ഒന്നുമില്ല ചെക്ക, ഞാൻ ഓക്കെ. ദേ നോക്കിയേ. വേദന ഉണ്ടോടാ? ഇല്ലല്ലോ. എന്റെ ചെക്ക അടുത്തുള്ളപ്പോ എനിക്ക് വേദനയോ? ഓഹോ, ഏറ്റില്ല അല്ലേ? ഇല്ല, കുറച്ച് വേദനയുണ്ട്. അത് മാറും. എന്നതാ ഇങ്ങനെ? എനിക്ക് ഇഷ്ടമല്ല എന്റെ കാലം ഇങ്ങനെ ഇരിക്കുന്നത്. പറ്റുന്നില്ല, അതുകൊണ്ടാ. നിന്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യോ, അപ്പൊ എന്റെ 5 മക്കൾ? 5ഓ? അല്ല, അതെന്തിനാ ഇപ്പൊ പറയുന്നേ? അതെ, 5 മക്കൾ. അവരെ പ്രസവിക്കുമ്പോ വേദനിക്കൂലേ? നമുക്ക് 2 മതി. അപ്പൊ വേദന കുറച്ചു പോരെ? നന്നായി, എനിക്ക് 5 വേണം അഭിയേട്ടാ. ഇപ്പൊ അടങ്ങിക്കിടക്ക്. ഇങ്ങനെ ഒരു അൺറൊമാറ്റിക് മൂരാച്ചി.
മോളെ ഒന്ന് നേരെ നിൽക്ക്, എന്നിട്ട് നമുക്ക് റൊമാൻറ്റിക് ആവാം. അതിനവളൊന്ന് പുച്ഛിച്ചു. എന്നാടി, എന്റെ അടുത്ത് വന്ന് കിടക്കോ പ്ലീസ്, നിനക്ക് വേദനിക്കും പാറു. ഇല്ല പ്ലീസ്. അവൻ അവളുടെ കൂടെ അവളെ പൊതിഞ്ഞു പിടിച്ചു കിടന്നു.